ഹലോ! എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മുട്ട വെച്ചിട്ടുണ്ടല്ലോ, നല്ല അടിപൊളിയൊരു റെസിപ്പിയാണ്. അധികം ചേരുവകളൊന്നും വേണ്ട. 2 മുട്ട വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ്ങിൽ സ്നാക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. നല്ല ഹെൽത്തിയാണ്, എന്നാൽ ടേസ്റ്റിയാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് എടുക്കുന്ന നല്ല ഫ്ലഫിയാണ് കേട്ടോ. ശരിക്കും നമ്മളിതിൽ മുട്ടയും വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ആദ്യം തന്നെ 2 മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കല്ല കേട്ടോ. ആദ്യം തന്നെ 2 മുട്ട ഞാൻ എടുക്കുന്നുണ്ട്. അതൊന്നൊരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. 2 മുട്ടയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും മുട്ട ഉണ്ടാവുമല്ലോ അല്ലേ. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് കടലമാവാണ് കേട്ടോ. കടലമാവ് ആ മുട്ടയുടെ അളവിൽ കുറച്ച് ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് കൂടുതൽ ആഡ് ചെയ്യേണ്ട. അപ്പോൾ ആ ഒരു കടലമാവായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ കടലമാവ് നമ്മൾ നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ എവിടെയും കട്ട പിടിച്ചിരിക്കും. അതുകൊണ്ട് വിസ്ക് വെച്ച് തന്നെ നന്നായിട്ട് ഇളക്കുമ്പം നല്ല എല്ലായിടവും നല്ല രീതിയിൽ നല്ലതായിട്ട് ഉടഞ്ഞു കിട്ടും കേട്ടോ. അതിനുശേഷം കുറച്ച് സവോള ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞത്. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ, ഒരുപാട് ഇടല്, കുറച്ച് ബേക്കിംഗ് സോഡ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ബേക്കിംഗ് സോഡ ഇടുമ്പോഴത്തേക്കും നമ്മുടെ ഈ മുട്ട ഓൾറെഡി എണ്ണയ്ക്കകത്ത് ഇടുമ്പോഴേ അത് പൊങ്ങി വരും. അല്ലാതെ കുറച്ചുകൂടെ സോഫ്റ്റും ഫ്ലഫി ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ സ്നാക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഏറെ എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സൺഫ്ലവർ ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതിയാവും കേട്ടോ. എന്നിട്ട് നമ്മൾ ചെറിയ കുഞ്ഞ് ബാറ്ററായിട്ട് കുറച്ചായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് പൊങ്ങി വരും കേട്ടോ. നല്ല രസം കാണാനായിട്ട്. കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സോഫ്റ്റാണ്. കടലമാവ് ഇട്ടാലും കടലമാവിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കത്തില്ല കേട്ടോ. മുട്ടയുടെ ടേസ്റ്റ് തന്നെ ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ കടലമാവ് കുറച്ചേ ഇടാവൂ. അപ്പോൾ അല്ലെങ്കിൽ കടലമാവായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. കടലമാവിൻ്റെ ചെറിയൊരു ടേസ്റ്റും പിന്നെ നമ്മൾ ഇതിൽ ഇട്ടേക്കുന്ന ഇഞ്ചി ഉള്ളിയൊക്കെ ചേർക്കുന്ന കഴിക്കുമ്പോഴത്തേക്ക് നല്ലൊരു സ്വാദാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ചെറിയ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇതാ നമ്മൾ ഓരോന്നായിട്ട് വന്ന് വറുത്ത് പിന്നെ നല്ല പൊങ്ങി വന്ന് നിൽക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് കഴിക്കാൻ, നല്ല സോഫ്റ്റായിട്ട് കഴിക്കാം കേട്ടോ. അതങ്ങനെ കുറച്ചുകൂടെ ചെറിയ പാത്രം ആയതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് വലുതായിട്ടുള്ളൊന്ന് ഉണ്ടാക്കി എടുക്കുകയാണ്. ചെറിയ പാത്രം ആയതുകൊണ്ട് 2 എണ്ണ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഓരോന്ന് നമുക്ക് നല്ല പൊങ്ങി നല്ല ബൾജ് ചെയ്തിരിക്കുന്നുണ്ട്. ശരിക്കും നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കഴിക്കാൻ നല്ല പഞ്ഞി പോലെ ഇരിക്കും കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ് കേട്ടോ. കടലമാവും വളരെ കുറച്ച് വീട്ടിലുള്ള ഉണ്ടാവുന്ന എല്ലാ സാധനങ്ങളും കൊണ്ട് മാത്രമല്ല നമ്മൾ ഉണ്ടാക്കിയത്. ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതെല്ലാവരുടെ വീട്ടിലും എന്തായാലും മുട്ട ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മുട്ട വെച്ചിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും കുഞ്ഞുങ്ങൾക്ക് രാവിലെ ഒന്നും കഴിക്കാത്തവർക്ക് ഇത് ഉണ്ടാക്കി കൊടുത്താൽ കുറച്ച് വെറൈറ്റി ആയിട്ടിരിക്കും, എന്നാൽ അവർ കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.